ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 8 ഓഫ് മൈ വർക്കൗട്ട് സീരീസ്. അപ്പോൾ നമ്മൾ മോർണിംഗ് സെക്ഷനകത്ത് റണ്ണിങ്ങിന് പോയി. എപ്പോഴത്തെയും പോലത്തെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വാമപ്പ് ചെയ്ത് വീട്ടിൽ നിന്ന് വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റണ്ണിങ്ങിന് പോയി. ഗ്രൗണ്ടിൽ അത്യാവശ്യം ചളി ഉണ്ട്, ചളി പോയിട്ടില്ല. പിന്നെ ഈ മഴ പെയ്തതിന് ശേഷം അതിൽ കൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കപ്പോൾ അത്ര ഇതിൽ ഓടാൻ പറ്റില്ല. എങ്കിൽ കൂടി നല്ല രീതിക്ക് റൺ ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയത്. ഞാനത് 30 മിനിറ്റ്സ് നോക്കിയപ്പോൾ ഒരു 6 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു 8 കിലോമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് റൺ ചെയ്തു. അപ്പോൾ അത് റൗണ്ട് ആക്കിയിട്ട് 8 കിലോമീറ്റർ റൺ ചെയ്തു. വലിയ പ്രോബ്ലംസ് ഉണ്ടായില്ല. ഈസി ഫേസിലാണ് പോയത്. റണ്ണിങ് എൻജോയ് ചെയ്തിട്ടാണ് റൺ ചെയ്തത്. അല്ലാണ്ട് വലിയ എന്താ പറയുക മാരത്തോൺ ഫേസിലൊന്നുമല്ല ഓടിയത്. എൻ്റെ ഈസി ഫേസിലാണ് ഓടിയത് കേട്ടോ. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് വർക്കിന് കയറി. ഇപ്പോൾ ഈവനിങ് സെക്ഷനായി. അപ്പോൾ നമുക്ക് ഈവനിങ് സെക്ഷനകത്തുള്ള വർക്കൗട്ടിലോട്ട് കിടക്കാം. ഇന്ന് ചെയ്യാൻ പോണത് ഫുൾ ഡേ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ വാമപ്പിലോട്ട് കിടക്കാം. അപ്പം അങ്ങനെ വാമപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് പുള്ളപ്പാണ്. പുള്ളപ്പ് എന്തുകൊണ്ടാണ് ഒരു എക്സസൈസായി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ആദ്യം ഒരു 5 പുള്ളപ്പ് 4 പുള്ളപ്പൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു റെപ്പിറ്റേഷൻ പുഷപ്പ് ആണെങ്കിലും പുള്ളപ്പ് ആണെങ്കിലും ഒരു 15 എണ്ണമെങ്കിലും ഒറ്റ സെറ്റിൽ നമുക്ക് എഫേർട്ടില്ലാണ്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു വർക്കൗട്ടായിട്ട് നമുക്ക് എടുക്കാം. അല്ലാത്ത കേസിൽ നമുക്കതൊരു വാമപ്പായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് വർക്കൗട്ടാണ്. കാരണം ഇത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ 4 പുള്ളപ്പ് 5 പുള്ളപ്പായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7-8 റേഞ്ച് ആയിട്ടുണ്ട്. ഇനിയും കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളപ്പ് ഒരു 15 പുള്ളപ്പ് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമ്പോഴാണ് ഞാൻ പുള്ളപ്പ് വർക്കൗട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വാമപ്പിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ പുള്ളപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്താ അവിടെ ചാക്ക് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പിടിക്കുമ്പോൾ കൈ നല്ല വേദന വരും. അപ്പോൾ ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പുള്ളപ്പ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് എക്സസൈസ് ചെയ്യാൻ പോകുന്നു. സെക്കൻഡ് എക്സസൈസ് ഡംബിൾ റോ ആണ്. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡംബിൾ റോ കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എക്സസൈസ് ബെൻഡ് ഓവർ ആണ്. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് മസിൽസിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. പുള്ളപ്പ്, ബെൻഡ് ഓവർ, ഡംബിൾ റോ, ഈ 3 എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ കിടക്കാൻ പോണത്
ബൈസെപ്സിന്റെ വർക്കൗട്ടാണ്. ഫുൾ ഡേ എന്ന് പറയുമ്പോൾ 3 ബാക്ക് മസിൽസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടും 2 ബൈസെപ്സിന്റെ വർക്കൗട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് ബൈസെപ്സിന്റെ വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആദ്യം ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിന് ഈ ഒരു എക്സസൈസ് ആണ്. നമുക്ക് വേഗം തന്നെ ആ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാമറാണ്. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് എക്സസൈസ് ആണ്. നമ്മൾ ഫുൾ ഡേയിലെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസ് ആണിത്. ഓക്കെ, നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ ഡേക്കകത്തുള്ള വർക്കൗട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ട് കിടക്കാൻ പോകണം. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ എല്ലാ എക്സസൈസുകളും 2 സെറ്റാണ് ചെയ്യൽ, 1 സെറ്റല്ല. എല്ലാ എക്സസൈസും 2 സെറ്റാണ്. വീഡിയോയിൽ 1 സെറ്റാണ് ഉൾക്കൊള്ളിക്കുള്ളൂ, കാരണം വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, നിങ്ങൾ ഇതേപോലെ ജിമ്മിൽ പോകാൻ വഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് സീരീസ് ചെയ്യണത്. കാരണം എനിക്ക് ജിമ്മിൽ പോകാൻ ടൈമില്ല. അതിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ബിസി ഷെഡ്യൂളിനകത്ത് ഞാൻ 9 to 5 ജോബ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോകാൻ പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞിരിക്കണ്ട. നമുക്ക് വീട്ടിലുള്ള ഈ ഒരു സെറ്റപ്പിൽ തന്നെ ഇതൊരു 1500 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച വെയിറ്റ്, 1500 അല്ല 1200 രൂപ, അത്രേ ഉള്ളൂ. ആ ഒരു വെയിറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യണം. അപ്പോൾ നിങ്ങളും ഇതേപോലെ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പറ്റും, പറ്റായിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ട് കിടക്കാം. നമ്മൾ സ്ട്രെച്ചിങ് റൂട്ടീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബെഡ് ഹാങ് ആണ് ചെയ്യൽ. ഓക്കെ, ഇതിൽ തൂങ്ങിക്കിടക്കും കുറച്ച് നേരം. ഇതാണ് നമ്മൾ സ്ട്രെച്ചിങ് റൂട്ടീനായിട്ട് ചെയ്യുള്ളൂ. വേറെ ഒന്നും നമുക്കിപ്പോൾ ബാക്ക് മസിൽ നമ്മൾ സ്ട്രെച്ചിങ് ആയിട്ട് ചെയ്യലില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രെച്ചിങ് ചെയ്യൽ. അപ്പോൾ നമ്മളൊരു 10 സെക്കൻഡ് വെച്ചിട്ട് 2 സെറ്റ് തൂങ്ങിക്കിടക്കും, ഇത്രേ ചെയ്യൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എപ്പോഴും പോലെ തന്നെ there is no shortcuts, no excuses, stay disciplined and don't lose focus. See you tomorrow. Bye.